ഹായ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റിനെയാണ്, ഒരു കള്ളനെ പിടിച്ച സെക്യൂരിറ്റിയാണ്. ഒരു പ്രാവശ്യം ഉള്ള കള്ളനെ പിടിച്ചിട്ടുള്ളത്, 2 പ്രാവശ്യം കള്ളനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെളിയന്നൂർ ക്ഷേത്രം, അതായത് കൊക്കാലയിലുള്ള വെളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. പക്ഷെ ഇവിടുത്തെ വീടിൻ്റെ സെക്യൂരിറ്റിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അറ്റൻഡ് ചെയ്യുവാണ്. ഞാൻ ചുക്കാപ്പി നിൽക്കുന്ന ഒരാളാണ് ടൗണിൽ. പക്ഷെ നമ്മൾ സൈക്കിളായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ആള് പുറത്തേക്ക് വരും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവരുത് എന്നുള്ളൊരു രീതിയിലും എല്ലാ രീതിയിലും ജാഗരൂകരായിട്ടുള്ള ഒരാളാണ്. എങ്ങനെയുണ്ടായിരുന്നു കള്ളനെ പിടിച്ചതിന് പോകുന്നത്? തീർച്ചയായിട്ടും. എന്നെ ഏൽപ്പിച്ചു, ഒന്ന് ശ്രദ്ധിച്ചോളൂ. കുട്ടി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 2 ദിവസം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴും അവിടേക്കുള്ള ശ്രദ്ധയില്ല. 1-2 പ്രാവശ്യമൊക്കെ പോയി നോക്കും. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു 3:10 നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. അയാൾ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു. അവിടെ ആരും വരാൻ സമയമായിട്ടില്ല. ശബ്ദമില്ലാതെ എൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ആള് കുമ്പിട്ട് നിന്നിട്ട് കുട്ടിക്കുകയായിരുന്നു. എൻ്റെ നേരം കണ്ടു കഴിഞ്ഞ് പടിഞ്ഞിട്ട് ഓടി. ക്ഷേത്രത്തിൻ്റെ നേരം ഓടി. ആൾ ഒളിച്ചു. ഒളിച്ചപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സൈഡിൽ കൂടെ പോയി നോക്കി, ആളെ കിട്ടിയില്ല. അങ്ങനെ ആ ഒളി കഴിയുമ്പോൾ ആള് സാറിനെ വിളിക്കാൻ, പോലീസുകാരെ വിളിക്കാം എന്നുള്ളതിൽ സാറിനാരെ വിളിക്കാൻ വെച്ചപ്പോഴാണ് ഒരു വണ്ടി വരുന്നത്. അപ്പം ഞാൻ ഉടനെ റോഡിലിറങ്ങി കൈയാട്ടി. സാറെ ഇവിടെ ഒരു കള്ളൻ കയറിയിട്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ 2 പോലീസുകാർ ചാടി കാണുന്ന എല്ലാവർക്കും നോക്കി. ഒരു ഗേറ്റ് ഊരി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗേറ്റ് ഊരി വന്നിട്ടാണ് 2 വെള്ളാരും തല്ലി പൊട്ടിച്ചത്. അതില് സത്യത്തില് 2 പ്രാവശ്യം കളവ് കഴിഞ്ഞുള്ളതാണ്. അപ്പൊ അതില് അവര് സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ അവരെന്ത് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാശി എടുത്ത് വെക്കുകയാണ് വൈകുന്നേരം. അതുകൊണ്ട് അതിനൊന്നും കിട്ടിക്കുക എന്നുള്ളതാണ്. ഒരു ആ സമയം നമ്മള് ദീർഘമായിട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആള് പുറത്തേക്ക് വന്നപ്പോൾ സാധനങ്ങൾ ഓടി പിടിച്ചു. ഞാനെപ്പോഴും പല സെക്യൂരിറ്റീസിനും വേണ്ടത് അവര് ചിലപ്പോൾ നൈറ്റ് കിട്ടുന്നു ഉറങ്ങുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവര് എന്താ പറയാ, ഒരു ചെറിയ നെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ മനസ്സിലാക്കി ഓർക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ഡ്യൂട്ടി ഡ്യൂട്ടിയില് ഒരു കുറച്ച് നേരമൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് പറഞ്ഞാലും നമ്മള് ഡ്യൂട്ടിയില് എല്ലാം കവർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര, അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ ജീവിതത്തില് ഏറ്റവും നല്ല മാറ്റം എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. തീർച്ചയായിട്ടും. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂട്ടി ചെയ്യും, പോവും, വരും എന്നല്ലാതെ നമുക്കൊരു മാറ്റം വന്നിട്ടുള്ള ഒരു സന്തോഷം വന്നിട്ടുള്ള ഡ്യൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ പോരാത്തതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുതലാളിക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നിങ്ങൾ എനിക്ക് വേണം, നിങ്ങൾ എല്ലാ മദ്യപാന കാര്യങ്ങളും നിർത്തിയേ പറ്റൂ, നിങ്ങൾ എനിക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചേരുന്നത്. സത്യത്തില് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാലറിക്ക് നിർത്തിയിട്ടുള്ള ഒരു എംപ്ലോയി മാത്രമല്ല, ഇദ്ദേഹത്തിന് എന്തായിട്ടുള്ള പേഴ്സണൽ പ്രശ്നങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അത് ഒഴിവാക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന 2 പേരാണ്. സോ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തേരാമ്പിൽ രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. പുഴക്കൽ പാടത്ത് അല്ലേ? പുഴക്കൽ പാടത്ത് ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. പിന്നെ ചെറിയൊരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് കോമഡിയിൽ അഭിനയിച്ചിട്ടുണ്ട്. TCVയിലാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി ചെയ്ത ഒരു കോമഡിയാണ്, നാടൻ കോമഡി എന്ന് പറയും. അങ്ങനെ TCVയില് ഞായറാഴ്ച 8:30 വന്നിരുന്നു. കൂട്ടുകാർ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി. പിന്നെ 2-3 ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. രാജേഷ് എന്ന് പറയും, നാടൻ പാട്ട് പാടിയിരുന്നു. തീർച്ചയായിട്ടും. ഗൾഫിൽ ആള് പഠിച്ച് മരിച്ചുപോയി. അതേമാതിരി അറുന്നൂറിന്റെ വീടിന്റെ അടുത്തൊക്കെയാണ് നമ്മുടെ വീട്. ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തന്നത് ഈ തൊഴിലാണ്. ചെത്ത് തൊഴിലാളി ആയിരുന്ന ടൈമിലുള്ളതും ഇപ്പോഴുള്ള ലൈഫ് നോക്കുന്നത് ചെത്ത് തൊഴിലാളി എന്നുള്ള ടൈമിൽ നമ്മുടെ കാര്യങ്ങൾ വിവാഹം കഴിഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ടൈമാണ്. തീർച്ചയായിട്ടും. അത്
നമുക്ക് ജോലി ചെയ്യുക, അതിനുള്ള പ്രതിഫലം മേടിക്കുക, വീട് കാര്യങ്ങളൊക്കെ നോക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ജീവിച്ചു പോയത്. ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ 19 വയസ്സായതുകൊണ്ട് ഒതുങ്ങി ഒരു ജോലി ചെയ്യാൻ പറ്റിയത് സെക്യൂരിറ്റി പണി. തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഇടം കിട്ടി. നമ്മൾ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ ഒരു ദൈവപുസ്തകം. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം അല്ല കളർ പിടിച്ചിട്ടുള്ളത്, പിന്നെ ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊതറിപ്പോയി, ആ കളറ് പിന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ തെരുവുകൾ, രാത്രികൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആണ് ഈ നഗരത്തിൽ ഇങ്ങനെ നിർത്തുന്നത്. ഒരു രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറയുന്നത് ഒന്ന് പോലീസിന്റെ പെട്രോളിങ്ങും, രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റീസും ആണ്. കറക്റ്റായിട്ട് അവരുടെ എന്താ പറയുക, എല്ലാ ഇടങ്ങളിലും വന്ന് പോലീസ് അത് എൻക്വയറി ചെയ്ത് എല്ലാ സെക്യൂരിറ്റീസിനോടും ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഓരോ ദിവസവും എല്ലാ സെക്യൂരിറ്റീസിനും ഒരു കണ്ട് കാര്യങ്ങൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ സെക്യൂരിറ്റീസും പോലീസും ആണ് നൈറ്റ് ഇത്രയ്ക്കും നല്ല രീതിയിൽ എന്താ പറയുക ക്രിമിനൽ ആക്ടിവിറ്റി ഇല്ലാതെ കൊണ്ടുപോകുന്നത്. തെരുവിളക്കുകൾ വളരെ പ്രാധാന്യമാണ്. പല ഇടങ്ങളിലും തെരുവിളക്കുകളില്ല. തെരുവിളക്കുകൾ പരമാവധി പ്രകാശിതമായിട്ടുണ്ടെങ്കിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ഒരു സീരിയസ്ലി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഒരു ക്രിമിനൽ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ കളവുകളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അയാളെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. സന്തോഷം. ഓക്കെ, താങ്ക് യു.